ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ 10ാമത്തെ പാഠമായ പച്ചക്കറി തോണിയുടെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ 1ാം ക്ലാസ്സിലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. നോക്കൂ, ചിത്രത്തിൽ പച്ചക്കറികൾ വഞ്ചിയിൽ വന്നിറങ്ങുന്നതും പച്ചക്കറി കടക്കാരൻ പച്ചക്കറി വിൽക്കുന്നതും ഒക്കെ കാണാം അല്ലേ? അപ്പോ നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ കണ്ടതാണ് മത്തൻ നാട് ചുറ്റി കാണാൻ സവാരിക്കിറങ്ങി. ഒപ്പം കൂട്ടിന് ആരും കൂടി പോയി? കുമ്പളങ്ങ കൂടി പോയി. അവർ കാല് തെന്നി എവിടേക്ക് വീണു? പുഴയിലേക്ക് വീണു. കൂടെ കൂട്ടുകാരും വീണു. സഹായിക്കാനെത്തിയ കൂട്ടുകാരും പുഴയിലേക്ക് വീണു. അപ്പൊ അവരെല്ലാം നീന്തി എന്തിലേക്ക് കയറി? വഞ്ചിയിലേക്ക് കയറി. എന്നിട്ട് ഉള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ടോ, പുഴയിൽ വീണ മത്തനും കുമ്പളവും തക്കാളിയും ചേനയും പടവലവുമെല്ലാം ഒരു തോണിയിൽ കയറിപ്പറ്റി. തോണി തുഴഞ്ഞ് അവർ കരയിലെത്തി. പച്ചക്കറിയിൽ ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ് മത്തങ്ങയും കുമ്പളങ്ങയും തമ്മിൽ വലിയ വഴക്കായി. അങ്ങനെ നടന്ന് അവർ ഒരു ചന്തയിലെത്തി. അവിടെ ഒരു പച്ചക്കറി കടക്കാരൻ എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് വിൽക്കുന്നത് കണ്ട് ആരും വലിയവരല്ല എന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് അവർ സന്തോഷത്തോടെ യാത്ര തുടർന്നു. നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? അതാണ് അവിടെ എഴുതേണ്ടത്. എഴുതുമല്ലോ. അടുത്ത പ്രവർത്തനം നോക്കാം. ആരാണ് സൂപ്പർ? അവിടെ നിൽക്കുന്നത് ആരാണ്? തക്കാളിയാണ്. ചുവന്ന നിറം, തുടുത്ത കവിളുകൾ, പുളിക്കും മധുരിക്കും ഞാനില്ലാതെ അടുക്കളയില്ല. ഇത് പറയുന്നത് ആരാണ്? തക്കാളിയാണ്. താഴെ എപ്പോഴും പൗഡർ ഇട്ട് കാണാം. വലിപ്പത്തിൽ കേമത്തി. പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത്. ആരാണത് എപ്പോഴും പൗഡർ ഇട്ട് കാണുന്നത്? പുറത്ത് ഒരു പൗഡറിന്റെ പൊടി പോലെ കാണുന്നത് കുമ്പളങ്ങയ്ക്കാണ്. അപ്പൊ നമുക്ക് അവിടെ കുമ്പളങ്ങയുടെ ചിത്രം കൊടുക്കാം. വരച്ചു കൊടുക്കണം നിങ്ങൾ. ഇനി എന്റെ വക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറിയെ കുറിച്ച് വിവരണം ചെയ്ത് അതിന്റെ ചിത്രവും അവിടെ വരയ്ക്കണം. ഞാനിപ്പോൾ വരച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും ക്യാരറ്റിനെ കുറിച്ചാണ്. ഓറഞ്ച് നിറം മണ്ണിനടിയിൽ കാണുന്നു. എന്നെ സാലഡിലും തോരൻ, അവിയൽ, സാമ്പാർ എന്നിവയിലും ഉപയോഗിക്കുന്നു. ക്യാരറ്റിന്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും വേറെ ഏതെങ്കിലും ഒരു പച്ചക്കറിയെ കുറിച്ച് എഴുതാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. വള്ളിയിലാര് ചെടിയിലാര്? വള്ളിയിൽ വളരുന്ന പച്ചക്കറികളും ചെടിയിൽ വളരുന്ന പച്ചക്കറികളും ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതിയാലോ? വള്ളിയിൽ വളരുന്നവ പടവലങ്ങ, കോവയ്ക്ക, കുമ്പളങ്ങ, മത്തങ്ങ, പാവയ്ക്ക, വെള്ളരിക്ക. ഇനി ചെടിയിൽ വളരുന്ന പച്ചക്കറികൾ വെണ്ട, തക്കാളി, വഴുതന, മുളക്, ചീര. ഇതിൽ കുറച്ചുകൂടി പച്ചക്കറികൾ നിങ്ങൾക്ക് എഴുതി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരാം. അപ്പോൾ നിങ്ങളെല്ലാം പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കണം. അപ്പോൾ നമുക്ക് ആരോഗ്യം കൂടുകയും അസുഖങ്ങൾ കുറയുകയും ചെയ്യും. പാടാം. ചെടിയോട് നട്ടു നനപ്പൂ കുട്ടികൾ, തൊടിയിൽ കൊച്ചു കറിത്തോട്ടം. ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും ഊണിന് കൂട്ടാം പല കൂട്ടം. അപ്പോൾ പാടി രസിക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ്. കുട്ടികള് നട്ടു നനച്ച് തൊടിയില് കൊച്ചു കറിത്തോട്ടം ഉണ്ടാക്കി. എന്തൊക്കെയുണ്ട്? മത്തനുണ്ട്, വഴുതനയുണ്ട്, വെണ്ടയുണ്ട്. ഇതെല്ലാം എന്തിന്? ഊണിന് കൂട്ടാം. അടുത്ത പ്രവർത്തനം നോക്കാം. പച്ചക്കറി കൊണ്ട് ചിത്രം ഉണ്ടാക്കാം. വെജിറ്റബിൾ പ്രിന്റിംഗ്. എന്ത് ചെയ്യും? പച്ചക്കറികൾ മുറിച്ചെടുത്ത് അത് ചായത്തിൽ മുക്കി ഓരോരോ ചിത്രങ്ങൾ അത് വെച്ച് ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്തത് എന്നും പറഞ്ഞ് താഴെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചക്കറി ഉപയോഗിച്ച് അത് മുറിച്ചെടുത്ത് ചായം തേച്ച് ഒരു ചിത്രം അവിടെ ഉണ്ടാക്കാം. ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് ഉള്ളിയും വെണ്ടക്കയും വെച്ചുണ്ടാക്കിയ ഒരു വെജിറ്റബിൾ പ്രിന്റിംഗ് ആണ്. ഉള്ളി മുറിച്ചെടുത്ത് ചായത്തിൽ മുക്കി പൂവ് പോലെയും അതുപോലെ വെണ്ടയ്ക്ക മുറിച്ചെടുത്ത് ചായത്തിൽ മുക്കി ഉണ്ടാക്കിയ ചിത്രമാണിത്. ഇതുപോലെ നിങ്ങൾക്കും ഒരു വെജിറ്റബിൾ പ്രിന്റിംഗ് ഇതുപോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കോ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾ വരച്ചു നോക്കുക. അടുത്ത പ്രവർത്തനം നോക്കാം. മുഖഭാവം വരച്ചു ചേർക്കുക. താഴെ കുറച്ച് മുഖഭാവങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത് ചിരിക്കുന്നതാണ്. അപ്പൊ സന്തോഷം. രണ്ടാമത്തേത് എന്താണ്? ന്യൂട്രൽ ഫേസ് ആണല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് പ്രതികരണമില്ലാത്ത ഫേസ്, തണുത്ത പ്രതികരണം. മൂന്നാമത്തേതോ സങ്കടമാണ്, സാഡ് അല്ലേ? അപ്പോൾ നമുക്ക് വായിക്കാം. എനിക്ക് 1 കഥകൾ കൂട്ടുകാർക്ക് മുൻപാകെ പറയാൻ കഴിയും. അപ്പൊ കഴിയുമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ മുഖഭാവം വരയ്ക്കുക. അതല്ല കഴിയുമെന്ന് ഉറപ്പില്ലെങ്കിൽ രണ്ടാമത്തത്, ഒട്ടും ഉറപ്പില്ലെങ്കിൽ മൂന്നാമത്തത് വരയ്ക്കാം. അതുപോലെ ഓരോന്നും വരച്ചു ചേർക്കുക. 2 കൊച്ചു കഥകൾ എഴുതാൻ കഴിയുമെങ്കിൽ 1
കുറച്ചു കഴിയുമ്പോഴെങ്കിൽ രണ്ടാമത്തെ മുഖഭാവം, ഒട്ടും കഴിയില്ലെങ്കിൽ മൂന്നാമത്തെ മുഖഭാവം. 3 പച്ചക്കറികൾ ഉപയോഗിച്ച് ചിത്രം ഉണ്ടാക്കാൻ അറിയാം. 4 കഥാഭാഗങ്ങൾ വായിച്ചു കേൾപ്പിക്കാൻ കഴിയും. 5 കഥയിലെ രംഗങ്ങളുടെ ചിത്രം വരയ്ക്കാൻ കഴിയും. 6 ക്ലാസ്സിനകവും പുറവും ശുചിത്വമുള്ളതാക്കുന്നതിന് പങ്കുണ്ട്. 7 പച്ചക്കറികളുടെ കടങ്കഥ ഉണ്ടാക്കാൻ അറിയാം. 8 പാട്ടുകൾ താളത്തിൽ ചൊല്ലാൻ കഴിയും. 9 പലതരം വ്യായാമ പ്രവർത്തനങ്ങൾ അറിയാം. 10 കഥാരംഗങ്ങൾ അഭിനയിക്കാൻ കഴിയും. 11 സംയുക്ത ഡയറിയിൽ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ എഴുതാൻ അറിയാം. ഇതിന് നിങ്ങൾ ആദ്യത്തെ മുഖഭാഗം തന്നെ വരയ്ക്കുമെന്നറിയാം. അപ്പോൾ തന്നിരിക്കുന്ന 11 വാക്യങ്ങളും നിങ്ങൾക്ക് കഴിയുമോ കഴിയില്ലയോ, അതേ കുറച്ച് കഴിയുമോ എന്നതിനനുസരിച്ച് കഴിയുമെങ്കിൽ ആദ്യത്തെ മുഖഭാവവും, കുറച്ച് കഴിയുമെങ്കിൽ രണ്ടാമത്തെ മുഖഭാവവും, ഒട്ടും കഴിയില്ലെങ്കിൽ മൂന്നാമത്തെ മുഖഭാവവും നിങ്ങൾക്ക് വരച്ചു ചേർക്കാവുന്നതാണ്. അപ്പോൾ പച്ചക്കറി തോണി എന്നുള്ള ഈ പാഠത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യങ്ങളുമായി കാണാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.